ഭദ്രാസന സെക്രട്ടറി അച്ഛൻ ഈ കൺവെൻഷന്റെ ജനറൽ കൺവീനർ എന്നൊക്കെ പ്രധാന ദൂത് നൽകുന്ന പ്രിയപ്പെട്ട ജോജി അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വിശ്വാസികളെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹം, 22ാമത് പുത്തൂർ കൺവെൻഷന്റെ ആദ്യ ദിന യോഗം പ്രകാരം കൊടിവെറിയകം ഇടയാക്കിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 22 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ കാതോലിക്ക ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാബായുടെ കരങ്ങളാൽ തിരിതെളിക്കപ്പെട്ട് ആരംഭിച്ചതാണ് പുത്തൂർ കൺവെൻഷൻ. അതിനുശേഷം കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമനസ്സുകൊണ്ട് ഈ കൺവെൻഷനെ ധീരമായി നയിച്ചു. അതിനുശേഷം കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന സക്കറിയ മാർ അന്തോണിയോസ് തിരുമനസ്സിന്റെ ശക്തമായ നേതൃത്വം ഈ കൺവെൻഷനെ മുൻപോട്ട് നയിച്ചു. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷന് ശേഷമാണ് സക്കറിയ മാർ അന്തോണിയോസ് തിരുമേനി നമ്മളിൽ നിന്ന് വേർപെട്ടുപോയത്. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദിദിയൻ ബാബ തിരുമനസ്സിന്റെയും മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമനസ്സിന്റെയും ഈ ഒരു വർഷം നമ്മൾ വിട്ടുപോയ സക്കറിയ മാർ അന്തോണിയോസ് തിരുമനസ്സിന്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ശിരസ് നമിക്കുകയാണ്. അവരുടെ മധ്യസ്ഥത, അവരുടെ അദൃശ്യമായ സാന്നിധ്യം ഈ വർഷത്തെ കൺവെൻഷൻ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 22 വർഷത്തെ കൺവെൻഷൻ പുത്തൂരും സമീപ പ്രദേശങ്ങളിലുമുള്ള ഓർത്തഡോക്സ് മക്കളുടെ ആത്മീയ കൂട്ടായ്മയ്ക്കും ശക്തിക്കും വഴിതെളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വർഷത്തെ 5 ദിവസത്തെ കൂട്ടായ്മ, പകൽ നടക്കുന്ന ധ്യാനയോഗങ്ങൾ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകൾ നമുക്ക് ആത്മീയ വെളിച്ചം പകരുവാനും ആത്മീയ ശക്തിക്കും കൂട്ടായ്മയ്ക്കൊക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജോൺ ചാക്കോച്ചനാണ്. അച്ഛൻ ഇവിടെ ഈ പുത്തൂർ വലിയ പള്ളിയിലെ വികാരിയായിട്ടിരിക്കുമ്പോഴാണ് 2002 ഈ കൺവെൻഷൻ ആരംഭിക്കുന്നത്. പുത്തൂർ കൺവെൻഷന്റെ സ്ഥാപക ജനറൽ കൺവീനർ ഒരാളാണ് ബഹുമാനപ്പെട്ട ജോൺ ചാക്കോച്ചൻ. അച്ഛൻ പുത്തൂർ പള്ളിയിൽ മാറിപ്പോയതിനു ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പുത്തൂർ കൺവെൻഷന്റെ പരിധിയിൽപ്പെട്ട ഒരു ദേവാലയത്തിൽ വികാരിയായി എത്തുന്നത്. ഇപ്പോൾ ഏറത്തുളക്കട സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയുടെ വികാരിയായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛന്റെ ശക്തമായ നേതൃത്വം ഈ വർഷത്തെ കൺവെൻഷൻ മുതൽക്കൂട്ടാണ്. ഈ കൺവെൻഷന്റെ തുടക്കത്തിൽ പ്രകാരം ഒരു നല്ല രീതിയിൽ, ക്രമീകൃതമായ രീതിയിൽ ഈ കൺവെൻഷൻ മുൻപോട്ട് പോകുവാൻ സ്ഥാപക ജനറൽ കൺവീനർ എന്ന രീതിയിൽ അച്ഛൻ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അച്ഛന്റെ നേതൃത്വം ഈ 3 വർഷങ്ങളിലും കൺവെൻഷൻ മുതൽക്കൂട്ടാകട്ടെ. ബഹുമാനപ്പെട്ട ജോൺ ചാക്കോച്ചനെ വളരെ ബഹുമാനപൂർവ്വം ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ കൺവെൻഷൻ 22ാമത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ പുത്തൂർ വലിയ പള്ളി ഇടവക അംഗവും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ
കൽക്കട്ട ഭദ്രാസനത്ത് മെത്രാപ്പൊലീത്തയുമായിരിക്കുന്ന പിന്നെ അലക്സിയോസ് മാർ യൗസേബിയസ് തിരുമനസ്സുകൊണ്ടാണ്. 22 വർഷം ഈ കൺവെൻഷൻ ആരംഭിക്കുന്ന സമയത്ത് പിന്നെ തിരുമനസ് വൈദികനാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ഒറ്റ കൺവെൻഷൻ പോലും തിരുമനസ് മുടങ്ങാറില്ല. അമേരിക്കൻ ഭദ്രാസനത്തിൽ ചുമതല വഹിക്കുമ്പോഴും കൺവെൻഷന്റെ സമയം നോക്കിയാണ് പലപ്പോഴും തിരുമനസ് അവധിയെടുത്ത് നാട്ടിൽ വരാറുള്ളത്. ഈ കൺവെൻഷനെ അത്രയധികം സ്നേഹിക്കുന്ന, കൺവെൻഷൻ എന്ന് മാത്രമല്ല പുത്തൂരും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങളിൽ ഔപചാരികത ഒന്നുമില്ലാതെ ഏത് സമയത്തും വന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ആവശ്യങ്ങൾ സജീവ പങ്കാളിത്തം വഹിക്കാനും തിരുമനസിന് കഴിയുന്നുണ്ട്. തിരുമനസിന്റെ സാന്നിധ്യം ഈ കൺവെൻഷനും ദേശത്തിനും അനുഗ്രഹമാണ്. വളരെ ഭക്തിയോടുകൂടി തിരുമനസിനെ കൺവെൻഷന്റെ ഉദ്ഘാടനത്തിനായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്ന് വചനഘോഷണം നടത്തുന്നത് നിരണം ഭദ്രാസനത്തിൽപ്പെട്ട വൈദികൻ ബഹുമാനപ്പെട്ട ജോജി എം എബ്രഹാം അച്ഛനാണ്. തിരുവല്ല കട്ടപ്പുറം സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. പുറമറ്റം സെന്റ് മേരീസ് പള്ളിയാണ് അച്ഛന്റെ മാതൃ ഇടവക. മലങ്കര സഭയിൽ ആത്മീയ പ്രബോധന രംഗത്ത് നല്ലൊരു പുത്തനുണർവായിട്ട് ഈ യുവവൈദികൻ ശോഭിക്കുന്നു. ബഹുമാനപ്പെട്ട ജോജി എം എബ്രഹാം അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കൺവെൻഷന്റെ ജനറൽ കൺവീനറായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ ഗീവർഗീസ് അച്ഛനാണ്. മിഥുനച്ഛൻ എന്ന് വിളിക്കപ്പെടുന്ന ജോൺ ഗീവർഗീസ് അച്ഛൻ പുത്തൂർ പള്ളിയിൽ വികാരിയായി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു 8 മാസമേ ആയുള്ളൂ. അച്ഛന്റെ ആദ്യത്തെ കൺവെൻഷൻ യോഗമാണ്. കുണ്ടറ വലിയ പള്ളിയിൽ അച്ഛൻ ചുമതല വഹിക്കുന്ന സമയത്ത് കുണ്ടറ കൺവെൻഷന്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ച പരിചയം അച്ഛനുണ്ട്. തീർച്ചയായിട്ടും ആ പരിചയം ഈ കൺവെൻഷന്റെ ക്രമീകരണത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ ചുരുക്കോടെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ ഗീവർഗീസ് അച്ഛനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വൈദികർ, പ്രത്യേകിച്ച് ഇളവളയിൽ ഇ.ജി. തോമസ് കോറപ്പിസ്കോപ്പ അച്ഛൻ ഈ കൺവെൻഷൻ തുടങ്ങിയ നാളുകൾ മുതൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഈ കൺവെൻഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. 1-2 വർഷം മാത്രമേ അച്ഛൻ അതിൽ ഒഴിഞ്ഞു നിന്നുള്ളൂ. ഇപ്പോഴും അച്ഛൻ മറ്റുള്ളവരുടെ നിർബന്ധമുണ്ടെങ്കിലും അച്ഛൻ അനാരോഗ്യ നിമിത്തം പ്രസിഡന്റ് സ്ഥാനത്ത് മാറി നിൽക്കുന്നുവെങ്കിലും 22 വർഷത്തെ കൺവെൻഷന്റെ വളർച്ചയിലും ജനപങ്കാളിത്തത്തിലും ബഹുമാനപ്പെട്ട ഇളവള്ളി ഇ.ജി. തോമസ് കോറപ്പിസ്കോപ്പായുടെ പങ്ക് വിസ്മരിക്കാൻ പറ്റുകയില്ല. വളരെ ബഹുമാനപൂർവ്വം ഇളവള്ളി ഇ.ജി. തോമസ് കോറപ്പിസ്കോപ്പായെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരെയും ആരുടെയും പേരുകൾ എടുത്തു പറയുവാനായിട്ട് ശ്രമിക്കുന്നില്ല. പ്രത്യേകിച്ച് കൊല്ലം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട പി.ടി. ഷാദിയച്ചന്റെ സാന്നിധ്യമുണ്ട്. ദേശത്ത് പട്ടക്കാരുണ്ട്, സമീപ ഇടവകളുടെ വികാരിമാരുണ്ട്. എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠതയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ കൺവെൻഷന്റെ പ്രോഗ്രാം മാധ്യമരംഗത്ത് പകർത്തുവാൻ തക്കവണ്ണം മീഡിയ സഹോദരങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൺവെൻഷന്റെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത് ഗായക സംഘമാണ്. അനേക ദിവസങ്ങളായിട്ട് അവർ പരിശീലിച്ച് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്നു. ഗായക സംഘങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൺവെൻഷന്റെ എല്ലാ ഭാരവാഹികളെയും, അവരുടെയും പേരെടുത്ത് പറയുന്നില്ല, കൺവെൻഷന്റെ എല്ലാ ഭാരവാഹികളെയും വിവിധ ഇടവകളിൽ നിന്ന്, ഈ കൺവെൻഷന്റെ പരിധിയിൽപ്പെട്ട ഇടവകളിൽ നിന്ന് കടന്നു വന്ന എല്ലാ വിശ്വാസ സമൂഹത്തെയും, എല്ലാ ഇടവകയിലെയും ഭാരവാഹികളെയും, ഈ മൈക്കിന്റെ ശ്രവണ പരിധിയിലായിരിക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടെ സ്നേഹപൂർവ്വം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. 22ാമത് പുത്തൂർ കൺവെൻഷന്റെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് ഏറത്തുകുളക്കട സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയുടെ
വികാരിയും ഈ കൺവെൻഷന്റെ പ്രസിഡന്റുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ ചാക്കോച്ചനെ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കും. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിനയ ജോസഫിനി വേദിയിൽ ഉപേക്ഷിക്കാതിരിക്കുന്ന ഓർക്കസ്കോപ്പ ഉൾപ്പെടെയുള്ള വേദിക സഹോദരങ്ങളെ, ഇന്നത്തെ ആദ്യ ദിവസത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഈ പന്തലിലേക്ക് കടന്നു വന്ന കുഞ്ഞനായ ജോജി എബ്രഹാം അച്ഛൻ, കർത്താവിൽ പ്രിയ താൽസന്യോട് 5 മിനിറ്റ് കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം പ്രസിദ്ധീകരിച്ചു. 22ാമത് കൺവെൻഷനിൽ എത്തുന്നതിനും ഈ കൺവെൻഷന്റെ ഭാഗമായി തീരുന്നതിനും കഴിഞ്ഞതിൽ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം ഞാൻ വിവരിക്കുന്നില്ല. ആ ഭാഗം ഒന്ന് വായിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അവർ ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി. ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാതെ അവൻ സൗഖ്യം പ്രാപിച്ചു. വെടിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരി കടക്കരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. വായിച്ച വാക്യത്തിന്റെ സന്ദർഭം അതാണ്. അതോടെ അത് വിശദീകരിക്കുന്നു. 2 കാര്യങ്ങൾ ഓർമ്മിച്ച് അവസാനിപ്പിക്കുന്നു. ഒന്ന്, യേശു അവന്റെ കൈക്ക് പിടിച്ചു. നമുക്കറിയാം, വിശുദ്ധ വേദോത്സവം വായിച്ചാൽ വചനമായ ക്രിസ്തു പിടിച്ചവരും ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവരുമായ ധാരാളം പേരെ വേദോത്സവത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കടൽ തീരത്തുകൂടി അല്ലെങ്കിൽ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്, ഇവരെയൊക്കെ വചനമായ ക്രിസ്തു പിടിച്ചു. ഇനി നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞ് തന്റെ ശിഷ്യഗണത്തിൽ അവരെ ചേർത്തു. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായെ ക്രിസ്തു പിടിച്ചു. ഇന്ത്യയിലും കിഴക്ക് ദേശങ്ങളിലും ദൈവ സുവിശേഷം അറിയിപ്പാൻ അവനെ നിയോഗിച്ചു. ദമസ്കോസിന്റെ പടിവാതിക്കൽ ക്രിസ്തീയ സഭയെ മുടിച്ച് നശിപ്പിക്കുന്നതിന് അധികാരപത്രം കൊടുത്തു വാങ്ങി അവിടെ വെച്ച് ശൗലി നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, നീ ആര് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു എന്ന് പറഞ്ഞ് പത്രോസ്ലീഹായുടെ സഭയുടെ ശില്പിയാക്കി തീർത്ത് ദൈവവചനം ക്രിസ്തു അതിനെ വിളിച്ചു. പുത്തൂർ കൺവെൻഷന്റെ ഈ വചന ശുശ്രൂഷ ദൈവവചനമാകുന്ന ക്രിസ്തു നമ്മെ പിടിക്കുന്നതിന് ഇടയാക്കി. നമ്മെ ക്രിസ്തു പിടിച്ച് നമ്മെ തന്നോട് കൂടെ ആക്കി തീർപ്പാൻ ആയിത്തീരുന്നെങ്കിൽ ഈ കൺവെൻഷൻ അനുഗ്രഹം. രണ്ടാമത് അവിടെ ഓർമ്മിപ്പിക്കുന്നു, അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി. ഊര് നമുക്കറിയാം, ഗ്രാമത്തിന് ഒരു സംസ്കാരമാണ്. പുത്തൂർ ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിനൊരു സംസ്കാരം. ഈ സംസ്കാരം എന്ന് പറയുന്നത് നന്മയും തിന്മയും
കൂടിക്കലർന്ന ഒരു സംസ്കാരം എല്ലാ ഗ്രാമങ്ങളിലും അങ്ങനെ. ഇവിടെ കുരുടന് ഒരു പക്ഷേ ആ ഗ്രാമത്തിന്റെ അവന്റെ അന്ധത മൂലം, അറിവില്ലായ്മ മൂലം, തിരിച്ചറിയാൻ കഴിയാഞ്ഞതുമൂലം ആ ഗ്രാമത്തിന്റെ തിന്മയിൽപ്പെട്ടവനാകുന്നു എന്ന് ഈ വാചകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം അവന് സൗഖ്യം കൊടുത്ത ശേഷം കർത്താവ് കൽപ്പിക്കുന്നു, നീ വീണ്ടും ഈ ഊരിലേക്ക് പ്രവേശിക്കരുത്, പഴയ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന് അവനോട് വളരെ നിർക്കർഷമായി കർത്താവ് കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഊരിന് പുറത്ത് അല്ലെങ്കിൽ അനുവർത്തിച്ചു വരുന്ന ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുതിയൊരവസ്ഥയിലേക്ക് ആയപ്പോൾ വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകരുത് എന്ന നിർദ്ദേശം കർത്താവിന് കൊടുക്കുന്നു. ഈ വചന ശുശ്രൂഷ നമ്മെ ഊരിന് പുറത്തേക്ക് നമ്മ ആയിരിക്കേണ്ട സ്ഥലത്തു നിന്നും ആയിരിക്കേണ്ട സ്ഥലത്തേക്ക് നയിക്കുകയാണ്. വീണ്ടും നാം പഴയതിലേക്ക് മടങ്ങിപ്പോകരുത് എന്ന വലിയ നോട്ടീസ്, വലിയ ദർശനം നമുക്ക് നൽകുന്നതാണ്. ആത്യന്തികമായിട്ട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇവയെല്ലാം വൃദ്ധരോഗിയായാലും കുരുടനായാലും തിന്മയിൽ ജീവിക്കുന്നവനായാലും അവരെയൊക്കെ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഈ കുരുടനെ അവന്റെ കൈക്ക് പിടിക്കുവാനും അവന്റെ ഊരിന് പുറത്തു കൊണ്ടുപോകുവാനും അവന് സൗഖ്യം കൊടുക്കുവാനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് വീട്ടിലേക്ക് അയക്കുവാനും അവനെ സഹായിച്ചത്. നമ്മുടെ ജീവിതം ഈ പുത്തൂർ കൺവെൻഷൻ ക്രിസ്തു എന്നെ വിളിക്കുവാൻ, ഞാൻ ആയിരിക്കേണ്ടിടത്തേക്ക് എന്നെ നയിക്കുവാൻ, വീണ്ടും പഴയതിലേക്ക് മടങ്ങിപ്പോകാത്ത ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ വചന ശുശ്രൂഷ നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ ഈ കൺവെൻഷന്റെ ക്രമീകരണങ്ങൾ അനുഗ്രഹത്തിനായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ജോൺ ചാക്കോച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളാണല്ലോ നമ്മുടെ കൺവെൻഷന്റെ രക്ഷാധികാരിയായിരുന്ന അഭിമന്യ സുപ്രിയമാർ അന്തോണിയോസ് മെത്രാപ്പോലീത്ത. നമ്മൾ ഇന്ന് കടന്നുപോയി. അഭിമന്യത്തിനുമേനെ സ്മരിക്കുന്നതിനായിട്ട് കൊല്ലഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട PT ശാരദച്ചനെ ക്ഷണിക്കുന്നു. അനുസ്മരണത്തിന് ശേഷം അഭിമന്യത്തിനുമേനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്നതാണ്. ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജോൺ ചാക്കോച്ചൻ, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന അലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൽക്കട്ട ഭദ്രാസന മെത്രാപ്പോലീത്ത, ഈ ദേശത്തിന്റെ ഒക്കെ ഇടയനായ അഭിയോഗ്യനായ അലക്സിയസ് മാർ യൂസൂഫീസ് തിരുമേനി, വേദിയിലിരിക്കുന്ന വന്യ EG തോമസ് പാർക്കിസ്കോപ്പ ഉൾപ്പെടെയുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരുമേ, കർത്താവിന്റെ വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ ഈ കൺവെൻഷന് ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഒരിക്കലും മറക്കാനാകാത്ത ഇടയ വ്യക്തിത്വമാണ് ഭാഗ്യസ്വർണ്ണാർഹനായിരിക്കുന്ന അഭിമന്യ സക്കറിയമാർ അന്തോണിയോസ് തിരുമനസ്. ശ്രേഷ്ഠമായ ഇടയത്വ ജീവിതവും ലാളിത്യവും വേദപുസ്തകം ഇടയത്വത്തിന് നൽകുന്ന പല ശ്രേഷ്ഠ മാതൃകകൾ നമ്മൾ തൊട്ടറിഞ്ഞ ഇന്നത്തെ ഇടയത്വത്തിൽ നിന്നും ഏറെ വ്യത്യസ്തതകൾ നമ്മൾ അനുഭവിച്ചറിയുന്ന ഭാഗ്യസ്വർണ്ണാർഹനായിരിക്കുന്ന അഭിമന്യ അന്തോണിയോസ് തിരുമനസിനെ ഓർക്കുമ്പോൾ ഒരുപക്ഷെ എന്നേക്കാൾ ഉപരി നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അനേക സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായി എന്തെങ്കിലും പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ അഭിമന്യ തിരുമനസിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ട്. കൊല്ലഭദ്രാസനത്തിലേക്ക് 2010 ഞാൻ എത്തിച്ചേരുന്നത്. അന്നു മുതൽ 2022 വരെയുള്ള
2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ 2022 വരെ അഭിനന്ദ തിരുമേനിയോടൊപ്പം ഈ ഭദ്രാസനത്തിന്റെ ശുശ്രൂഷയിലുണ്ടായി. ഈ കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അഭിനന്ദ തിരുമേനിയോട് ഏറെ ഈ ഭദ്രാസനത്തിന്റെ ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ഭദ്രാസന കൗൺസിൽ അംഗമായും സൺഡേ സ്കൂളിന്റെ വൈസ് പ്രസിഡന്റായും ഭദ്രാസന സെക്രട്ടറിയായും ഒക്കെ നിലനിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അഭിനന്ദ തിരുമേനിയിൽ നിന്ന് വ്യക്തിപരമായി എനിക്ക് അറിയുവാനായിട്ടും അനുഭവിക്കുവാനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ചില ചുരുക്കമായ ഒന്നത്തെ കാര്യങ്ങൾ മാത്രം സമയത്ത് ചുരുക്കം കൊണ്ട് ഞാൻ ഓർമ്മിച്ചെടുക്കുവാനാണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് അഭിനന്ദ തിരുമേനിയുടെ ദൈവവിശ്വാസത്തിലുള്ള ആഴം എല്ലാവർക്കും അതറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ഭൗതികമായ പല സങ്കേതങ്ങളെ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ദൈവവിശ്വാസത്തിന്റെ ആഴത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ ഒരിക്കലും അഭിനന്ദ തിരുമേനി ഈ ഭൗതികമായ ആശ്രയങ്ങളിൽ വലിയ ഉറപ്പ് കൊടുക്കാതെ തന്നെ ഇരു കൈകളും ഉയർത്തി ദൈവത്തിലേക്ക് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ തലം അഭിനന്ദ തിരുമേനിയുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അഭിനന്ദ തിരുമേനി വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ തിരുമേനിയുടെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും കണക്കുകളെടുത്ത് തിരുമേനി സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയും ഭദ്രാസനത്തിന്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചേൽപ്പിക്കാൻ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് തിരുമേനി എന്നോട് പറഞ്ഞു, അച്ഛൻ സെക്രട്ടറി ആണല്ലോ, അതുകൊണ്ട് ഞാൻ മെത്രാച്ചൻ, അങ്ങനെ ഒരു ഭാഷയാക്കി വിളിക്കുന്നു, മെത്രാച്ചൻ എന്തൊക്കെ കൊല്ലം ഭദ്രാസനത്തിന്റെ സേവനം കഴിഞ്ഞ് കൊണ്ടുപോകുന്നെന്ന് അച്ഛൻ അറിയണം. എന്നെ വിളിച്ച് പല കാര്യങ്ങൾ കാണിച്ചു. എന്നോടൊപ്പം തിരുമേനിയുടെ ഒരു പാസ്ബുക്ക് തന്നെ കാണിച്ചിരുന്നു. എനിക്ക് ആകെ ഒരു അക്കൗണ്ടാണുള്ളത്, അത് അച്ഛൻ അതിൻ്റെ എന്തോ ഞാൻ കൊണ്ടുപോകുമെന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞ് തുറന്നു നോക്കാൻ പറഞ്ഞു. തുറന്നു നോക്കി. ഏതാണ്ട് 1 ലക്ഷത്തിന് അടുത്ത് വരുന്നൊരു തുകയാണ് അതിൽ കണ്ടത്. ഒരു ഇടയൻ അല്ലെങ്കിൽ സഭയ്ക്ക് അത്രത്തോളം പരിചയമില്ലാത്ത ഒരു സ്ഥാനത്യാഗത്തിലൂടെ പോകുമ്പോൾ എന്തൊക്കെ സുരക്ഷിതത്വങ്ങളും സങ്കേതങ്ങളുമാണ് ഉള്ളതെന്ന് വ്യക്തതയില്ലാത്തൊരു സമയത്ത് അഭിനന്ദ തിരുമേനി ഈ ഭദ്രാസനത്തിന്റെ ചുമതലയിരിക്കുമ്പോൾ ഒരു വർഷം എൻ്റെ ഒരു കണക്കനുസരിച്ച് 5 ലക്ഷത്തിലധികം രൂപ തിരുമേനിക്ക് കിട്ടുന്ന കൈകൊത്ത് ഭദ്രാസനത്തിലേക്ക് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പല കാര്യങ്ങൾക്കായിട്ട് നൽകി. അപ്പോൾ ആ വ്യക്തതയ്ക്കുള്ളതുകൊണ്ട് ഞാൻ തിരുമേനി ചോദിച്ചു, തിരുമേനി എങ്ങനെയാണ് ഭദ്രാസനം അതുകൊണ്ടൊരു പ്രത്യേകമായിട്ടുള്ള തിരുമേനിക്ക് ഒരു സംഭാവനയൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. പൂർണ്ണമായിട്ട് തിരുമേനി അത് വിലക്കിയതുകൊണ്ടും ഞാൻ ചോദിച്ചു, തിരുമേനി എങ്ങനെയാണ് തിരുമേനിയുടെ ഭാവി കാര്യങ്ങളൊക്കെ? തിരുമേനി ഉടനെ ശബ്ദം ഉയർത്തി തന്നെയാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് ദൈവവേലയ്ക്ക് ഇറങ്ങുമ്പം വെറും കൈയുമായിട്ടാണ് ഇറങ്ങിയത്. ഇന്ന് ഇത്ര വർഷമായി എൻ്റെ ദൈവം ഒന്നിനും മുട്ടിച്ചിട്ടില്ല, ഇനി അങ്ങോട്ടും മുട്ടിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് എന്നെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്താഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ പലപ്പോഴും ദൈവവിശ്വാസത്തെക്കുറിച്ച് ഉറക്കെ പ്രഘോഷിക്കുകയും അലറുകയും ചെയ്യുമ്പോൾ ഇത്രത്തോളം ഒരു ചില സങ്കേതങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടാണ് നമ്മളത് പറയാറുള്ളത്. പക്ഷേ 2 കൈകളും ഒരുപോലെ ഉയർത്തി ദൈവത്തിൽ സമർപ്പിച്ച് ഒരു വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത എനിക്ക് അപ്പോഴാണ് കൂടുതൽ തിരുമേനി മനസ്സിലാക്കുവാനായിട്ടിടയായി. ജീവിതത്തിൽ ഉത്തമ മാതൃകയായി താൻ എന്ത് പറയുന്നുവോ അത് ജീവിതത്തിന്റെ പ്രമാണമായി സ്വീകരിച്ച് ജീവിതത്തിൽ കാട്ടിക്കൊടുത്തൊരു പിതാവാണ്. മാത്രമല്ല ഇടയത്വ ശുശ്രൂഷയിൽ നമ്മൾ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായ അനേകം കാര്യങ്ങൾ എടുത്തെടുത്ത് പറയേണ്ടത്. പ്രത്യേകിച്ച്
വിശ്രമ ജീവിതത്തിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും കൂടുതൽ അടുത്തറിയുവാനായിട്ട് കഴിഞ്ഞു. നമുക്ക് അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് ആത്മീയ പ്രസ്ഥാനങ്ങളോടുള്ള തിരുമേനിയുടെ ഈ കൺവെൻഷൻ പോലെ ഒരു പുതിയ ലയർ കിട്ടിയാൽ പുതിയ പ്രോഗ്രാം കൊടുക്കുമ്പോൾ ആദ്യം തിരുമേനി ഈ ഭദ്രാസനത്തിലുള്ള തിരുമേനി എന്തെല്ലാം കാര്യങ്ങൾ ഭദ്രാസനത്തിൽ ഓരോ പള്ളി ഉൾപ്പെടെ ഗ്രൂപ്പ് ഉൾപ്പെടെ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഡയറിയിൽ കുറിച്ചിട്ടേ ഒരു പുതിയ ഡയറി എടുത്താൽ തിരുമേനി തന്നെ അടുത്ത് നിൽക്കുന്ന ഞങ്ങളോട് ചോദിക്കും, ഫെബ്രുവരി മാസത്തിൽ 2ാമത്തെ ആഴ്ചയിലല്ലേ പുത്തൂർ കൺവെൻഷൻ, ആ ബുധൻ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ ഹെഡിങ് എഴുതിയിടും പുത്തൂർ കൺവെൻഷൻ വൈകിട്ട് 6 മണി. ഈ കൺവെൻഷൻ മാത്രമല്ല, ഭദ്രാസനത്തിൽ ഏതെല്ലാം കൺവെൻഷനുകൾ ഭദ്രാസനത്തിൻ്റെതായി പൊതുവായിട്ടുണ്ടോ അതെല്ലാം കുറിച്ചിട്ടുണ്ട്. ഒരു ഇടവകയിൽ വന്നാൽ ആത്മീയ പ്രസ്ഥാനങ്ങളെ പരിപുഷ്ടിപ്പെടുത്തുന്ന തിരുമേനിയുടെ ഹൃദയത്വ ശുശ്രൂഷത്തിന്റെ ശ്രേഷ്ഠത. പ്രത്യേകിച്ച് ഞാൻ സൺഡേ സ്കൂളിൽ 10 വർഷം വൈസ് പ്രസിഡന്റായിരുന്നു. ആ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ തിരുമേനി എത്രമാത്രം സ്നേഹിച്ചിരുന്നു, കരുതിയിരുന്നു. വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് ഓരോ കുഞ്ഞുങ്ങളുടെ അടുക്കൽ, ഓരോ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ അടുക്കൽ ഇടവക സന്ദർശനത്തിൽ ക്ലാസുകളിൽ കയറി ചെന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരിക്കൽ കൗൺസിലിംഗ് യോഗ നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങള് പ്രാർത്ഥനകളും വേദപുസ്തക വായനയൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അച്ഛൻ എന്തെങ്കിലും അതിനുവേണ്ടി ആലോചിച്ച്, അച്ഛൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആലോചിച്ച് ചെയ്യണം. അങ്ങനെയാണ് ഭദ്രാസനത്തിൽ സൺഡേ സ്കൂളിന്റെ എൻ്റെ പ്രാർത്ഥന എൻ്റെ കൈകൾ എന്നൊരു സംഗതിക്ക് അതിന്റെ കൗൺസിൽ ഞങ്ങൾ കുറച്ചു പേരെ എടുത്ത് ആലോചിച്ച് അഭിയന്റെ തിരുമേനിയുടെ ആശീർവാദത്തോട് തുടങ്ങി. ഞങ്ങൾ തന്നെ തയ്യാറാക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഓരോ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ തിരുമേനിയെ കാണിക്കുമ്പോൾ മാത്രം പ്രോത്സാഹനമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഒരു വർഷം കഴിഞ്ഞ് കോവിഡൊക്കെ വന്നപ്പോൾ തിരുമേനി ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്ലാൻ? 1 വർഷം കൊണ്ട് അവസാനിപ്പിക്കാനാണ്. വേദപുസ്തകത്തിൽ ഒരു പുസ്തകമേ ഉള്ളൂ, മത്തായിയുടെ സുവിശേഷം മാത്രമേ ഉള്ളൂ, അല്ല ലൂക്കോസിന്റെ സുവിശേഷം മാത്രമേ ഉള്ളൂ, ബാക്കി പുസ്തകങ്ങളൊന്നും പിള്ളേർ പഠിക്കണ്ടേ? ഇങ്ങനെ ഓരോ ആത്മീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവർക്കും തിരുമേനിയുടെ കരുതലിനെ കുറിച്ച് ഏറെ പറയാനുണ്ട്. ഈ സമയം കൂടുതലായി ഞാൻ ഉപയോഗിക്കുന്നില്ല. നമുക്കൊത്തിരി റഫറൻസ് പുസ്തകങ്ങൾ ഇന്ന് ധാരാളം കിട്ടും. പക്ഷേ റഫറൻസ് ഉള്ള വ്യക്തികൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കൊല്ലം ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠരായ പിതാക്കന്മാർ നയിച്ചിട്ടുള്ള ഒരു ഭദ്രാസനമാണ്. അവിടെ അഭിമന്യ അന്തോണിയോസ് തിരുമേനി ഓരോ കുഞ്ഞിനും മാതാപിതാക്കൾക്കും ആത്മീയ പ്രവർത്തനം നമുക്കെല്ലാവർക്കും ഒരു ഉത്തമ ആത്മീയതയുടെ റഫറൻസ് കേന്ദ്രമായി. ആ പിതാവിൻ്റെ സ്മരണകൾ നമ്മുടെ ജീവിതത്തെ എന്നും ആത്മീയമായി ബലപ്പെടുത്തട്ടെ. ആ പിതാവിൻ്റെ പ്രാർത്ഥനകൾ നമ്മളുടെ ശുശ്രൂഷകളെ പൂർണ്ണമാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയാൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ ആത്മീയമായി പരിപുഷ്ടപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് എൻ്റെ ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ നിന്ന് വിടവാങ്ങുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേൽക്കാം. തിരുമേനിയെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥന. അനുസ്മരണ പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട PT ഷാജിനോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് കൺവെൻഷൻ ഉദ്ഘാടനമാണ്. നമ്മുടെ പുത്തൂരിന്റെ അഭിമാനമായ ഏകട്ട ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയായിരിക്കുന്ന അഭിമന്യ അലക്സിയോസ് മാർ യൗസേപ്പിസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ആദ്യം വിളക്ക് കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തുകയും അതിനുശേഷം ഉദ്ഘാടന പ്രസംഗം നടത്തി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. We
തിരുമേനിയുടെ വാക്കുകൾക്കായിട്ട് നമുക്ക് ചെവിയോർക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കോർപ്പസ് കർപ്പാഷൻ, ഭദ്രാസന സെക്രട്ടറി അച്ഛൻ, ഈ കൺവെൻഷന്റെയും ജനറൽ കൺവീനർ, നമുക്ക് പ്രധാന ദൂത് നൽകുന്ന പ്രിയപ്പെട്ട ജോജി അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വിശ്വാസികളെ, 22ാമത് പുത്തൂർ കൺവെൻഷന് തുടക്കം കുറിക്കുമ്പോൾ ഇതിന്റെ ഭാഗമായിരിക്കുവാൻ തക്കവണ്ണമിടയായ ദൈവകൃപയ്ക്കായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ കൺവെൻഷനെ നയിച്ച പുണ്യവാന്മാരായ പിതാക്കന്മാരെയും ഇതിന് നേതൃത്വം നൽകി മൺമറഞ്ഞു പോയ വൈദിക ശ്രേഷ്ഠരെയും ആത്മായ പ്രമുഖരെയും എല്ലാം പ്രത്യേകമായി ഇവിടെ സ്മരിച്ചുവല്ലോ. പുത്തൂർ കൺവെൻഷന് കലാകാലങ്ങളിൽ ശ്രേഷ്ഠമായ നേതൃത്വം ഉണ്ടാകുവാൻ തക്കവണ്ണമിടയാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്തിന്റെ ആത്മീയ ഉന്നതിക്ക് ഇത് ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രസംഗം എല്ലാ മേഖലകളിലും അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. രാഷ്ട്രീയ പ്രസംഗമുണ്ട്, സാമൂഹിക വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്, സാംസ്കാരിക നായകന്മാരുടെ പ്രസംഗങ്ങളുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും പ്രസംഗം നമ്മൾ സാധാരണയായിട്ടുള്ളതെല്ലാം നമ്മൾ പഠിക്കുകയും കേൾക്കുകയും ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും മനസ്സിലാക്കേണ്ടവ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന അതാണ്. പക്ഷെ കൺവെൻഷൻ ദൈവവചന പ്രഘോഷണം ആ ഒരു രീതിയിൽ നാം കാണുകയോ ആ ഒരു ചിന്തയിൽ അതിനെ നാം വീക്ഷിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ 22ാം പുത്തൂർ കൺവെൻഷന് തുടക്കം കുറിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. അറിവ് പകരുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും തത്വങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും ചിന്തകളെ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും വിഷയങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയോ നടത്തുന്ന പ്രസംഗങ്ങൾക്ക് തുല്യമായി കൺവെൻഷൻ പ്രസംഗ യോഗങ്ങളെയും വചന ശുശ്രൂഷകളെയും കാണാൻ പാടില്ല. വചനത്തെപ്പറ്റി എബ്രായ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ 12ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 12ാം വാക്യം എബ്രായ ലേഖനകർത്താവ് ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകും. ദൈവവചനത്തെ പറ്റി എബ്രായ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണോ എന്ന് ചിന്തിച്ചു നോക്കിയേ. അത് കേവലം അറിവുകൾ വ്യാഖ്യാനം ചെയ്തു തരുന്ന ഒരു വേദിയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മജ്ജകളെയും
നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും എല്ലാം കീറി മുറിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയായിട്ട്, ഒരു പ്രോസസ്സായിട്ട് അതിനെ കാണുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോഴേ ഈ കൺവെൻഷൻ ഫലപ്രാപ്തിയിലെത്തുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കണം. ഈ അടുത്ത സമയത്ത് മലങ്കര സഭ പെരുന്നാൾ കൊണ്ടാടിയ ഒരു വിശുദ്ധനായ മനുഷ്യനുണ്ട്. ഫെബ്രുവരി മാസം 2-ാം തീയതി മായത്തോ പെരുന്നാൾ ദിവസം മലങ്കര സഭ ഓർമ്മ പെരുന്നാൾ നടത്തിയ വളരെ വിശുദ്ധനായ ഒരു മനുഷ്യനുണ്ട്. വിശുദ്ധനായ സഭ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വിശുദ്ധനായ ഒരു പിതാവുണ്ട്. ആ പിതാവിന്റെ പേര് നിങ്ങൾക്കറിയാമോ? മലബാർ ഭദ്രാസനത്തിന്റെ പത്രാപൂർത്തിയായിരുന്ന പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി. പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മലങ്കര ഗാന്ധി എന്നറിയപ്പെടുന്ന പിതാവാണ്. മലങ്കര ഗാന്ധി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. മലങ്കര സഭയുടെ ഗാന്ധി. ആ ഒരു ബഹുമാനം, ആദരവ് നൽകുന്ന പിതാവാണ് പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി. അദ്ദേഹം ഒരു വലിയ ധനിക കുടുംബത്തിലാണ് ജനിച്ചത്. മുക്കഞ്ചേരിൽ ഫാമിലി. വലിയ ധനികനായ ഒരു പശ്ചാത്തലമാണ് അദ്ദേഹത്തിനുള്ളത്. BA-LT വരെ പഠിച്ചു. എല്ലായിടവും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. എല്ലായിടവും BA-ക്കും LT ഇതെല്ലാം പഠിച്ച് അതിനെല്ലാം ഫസ്റ്റ് റാങ്ക് ഒന്നിച്ചാണ്. സെക്കൻഡ് റാങ്ക് പോലും ഫസ്റ്റ് റാങ്ക് വരെ വാങ്ങിച്ച മനുഷ്യനാണ്. അത്ര കഴിവുള്ള അധ്യാപകനായി ജോലി നോക്കുമ്പോ ഒരു കൺവെൻഷൻ പ്രസംഗം കേൾക്കാൻ പറ്റും. ആ കൺവെൻഷൻ പ്രസംഗത്തിന്റെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പീഠാനുഭവത്തെ പറ്റിയാണ്. ക്രിസ്തുവിന്റെ പീഠാനുഭവം, ക്രിസ്തുവിന്റെ കുരിശിന്റെ ചിന്തകളായിരുന്നു. ക്രിസ്തുവിന്റെ കുരിശിന്റെ ചിന്തകളെ പറ്റിയുള്ള ധ്യാനം, പ്രസംഗം കേട്ടപ്പോ LB പീറ്റർ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അവിടെ നിന്ന് അദ്ദേഹം, വലിയ ജനക്കൂട്ടമാണ്, വലിയ പ്രശസ്തനായ പ്രസംഗിക്കുകയാണ്. വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ യുവാവായ LB പീറ്റർ, ഒരു അധ്യാപകനായ വളരെയേറെ വിദ്യാഭ്യാസമുള്ള LB പീറ്റർ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി. കുറെ നേരം കരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താൻ പ്രസംഗവേദിയിലാണല്ലോ, പ്രസംഗത്തിൽ കൺവെൻഷൻ പന്തലിലാണല്ലോ ഇരിക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോ അദ്ദേഹം കരയുന്നത് കണ്ട് കൂടിയിരിക്കുന്നവർ കരയാണ്. അദ്ദേഹം അവിടെ എണീറ്റു എറണാകുളത്ത് ഒരു ലോഡ്ജിൽ പോയ റൂം എടുത്ത് താമസിച്ചു. അങ്ങനെ ലോഡ്ജിൽ പോയ റൂം എടുത്ത് താമസിക്കാൻ കാരണം അദ്ദേഹത്തെ ഈ പ്രസംഗത്തിൽ സ്വാധീനിച്ച ഒരു വാക്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം അദ്ദേഹത്തെ സ്വാധീനിച്ചു. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അദ്ദേഹം അവിടെ പോയി താമസിച്ച് അവിടുന്ന് കരഞ്ഞ് വീട്ടിൽ പോയി അപ്പന്റെയും അമ്മയുടെയും അടുത്ത് അനുവാദം വാങ്ങിച്ച് വട്ടശ്ശേരി തിരുമേനിയുടെ അടുക്കിലേക്ക് പോയി. വട്ടശ്ശേരി തിരുമേനിയുടെ അടുക്കൽ പോയി അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ച് 1916 അദ്ദേഹത്തെ വട്ടശ്ശേരി തിരുമേനിയും മലങ്കര സഭയുടെ 1-ാം കാതോലിക്കയായി പിൽക്കാലത്ത് അറിയപ്പെട്ട പൗലോസ്
പ്രഥമൻ ബാവ പോലീസ് മറിയുവാനിയോസ് തിരുമേനിയും ചേർന്ന് ശമാശനായിട്ട് പട്ടം കൊടുത്ത് അങ്ങനെ അദ്ദേഹം കുടുംബം ഉപേക്ഷിച്ച് തന്റെ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ജോലി ഉപേക്ഷിച്ച് സഭയുടെ ശുശ്രൂഷയ്ക്കായി മാറി മലങ്കര ഗാന്ധി എന്നറിയപ്പെടുന്ന തരത്തിൽ ചരിത്രം രേഖപ്പെടുത്തുവാൻ തക്കവണ്ണമിടയായി ഒരു പ്രശ്നമാണ്. ഒരു വചന ശുശ്രൂഷയിൽ അദ്ദേഹം സംബന്ധിച്ചതാണ്. അതിന്റെ സ്വാധീനം, അതുകൊണ്ട് ദൈവവചനം ശ്രമിക്കുക എന്ന് പറയുന്നത് അറിവ് പകരുന്ന ഒരു വേദിയിൽ ഇരുന്നുകൊണ്ട് ശ്രമിക്കുന്ന ലാഘവത്തോടെ ആകരുത് എന്നുള്ളതും, ഇവിടെ വചനം സംസാരിക്കുന്നത് ദൈവമാണ് എന്നുള്ളതും, വിഷയം ദൈവമാണ് എന്നുള്ളതും, നമ്മെ ചലിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ള ബോധത്തോടു കൂടി നാം ആയിരിക്കുമ്പോഴേ തിരുവചനത്തിന്റെ വ്യാപ്തിയും അതിന്റെ പ്രാധാന്യവും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. എം.ബി. പീറ്റർ 1926 പിന്നെ വൈദികനായി, 1943 റബ്ബാനായി, 10 വർഷം റബ്ബാനായി ജീവിച്ചു. 10 വർഷം റബ്ബാനായി താമസിക്കുമ്പോൾ ഈ പുത്തൂരിൽ പല പ്രാവശ്യം നടന്നു. നിങ്ങൾക്കറിയാമോ, 1924 സെപ്റ്റംബർ 14 ശ്ലീബ പെരുന്നാൾ ദിവസം അദ്ദേഹം രൂപപ്പെടുത്ത സംഘടനയാണ്, പ്രസ്ഥാനമാണ് ശ്ലീബാദാസ സമൂഹം. 1924 സെപ്റ്റംബർ 14 അദ്ദേഹം രൂപപ്പെടുത്ത പ്രസ്ഥാനമാണ് ശ്ലീബാദാസ സമൂഹം. പതിനായിരക്കണക്കിന് മനുഷ്യരുടെ, ദളിത് ക്രൈസ്തവരുടെ, ദളിതരുടെ ഇടയിലേക്ക് സുവിശേഷം ഇറങ്ങി ചെല്ലുവാൻ, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരത മഹാത്മാവ് ഗാന്ധിജി ദളിതർക്ക് വേണ്ടി ശബ്ദിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പേ, മഹാത്മജി ദളിതർക്കൊക്കെ വേണ്ടി ശബ്ദിക്കുന്നതിന്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ശബ്ദിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പേ അവർക്ക് വേണ്ടി ശബ്ദിച്ച് അവരുടെ ഉന്നമനത്തിനായി ഇറങ്ങി തിരിച്ച് നമ്മുടെ ഈ ദേശങ്ങളിലൊക്കെ അവർക്കുള്ള ഭക്ഷണവും വസ്ത്രവും ചുമന്നുകൊണ്ട് റബ്ബാനായി വണ്ടിയിൽ കയറി അതെല്ലാം ചുമന്നുകൊണ്ടുവന്ന് ഈ ദേശങ്ങളിലൊക്കെ നടന്ന് അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകർഷിച്ച് അങ്ങനെ ഒരു പിതാവായിട്ട് അദ്ദേഹം മാറി. ഒരു കൺവെൻഷന്റെ വചനത്തിന്റെ ചലനമാണ്. ഒരു കൺവെൻഷൻ യോഗത്തിൽ അദ്ദേഹം സംബന്ധിച്ചപ്പോൾ ഉണ്ടായ സ്വാധീനമാണ്. മലങ്കര സഭയ്ക്ക് പത്രോസ് മാറുസ്താത്യോസ് എന്ന് പറയുന്ന വലിയ വിശുദ്ധനായ ഒരു മനുഷ്യനെ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. കർത്താവിൽ വിശ്വാസികളെ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഈ ദേശത്ത് വന്ന് അദ്ദേഹം റബ്ബാനായി ഇരിക്കുമ്പോ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം താമസിച്ചതിലൊരു വീട് എന്റെ വീടും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ വീട്ടിൽ അദ്ദേഹത്തെ വരുന്നതിന്റെ പിതാവിന് കാർഡയക്കും, പോസ്റ്റ് കാർഡിൽ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞാൻ അവിടെ വരും. ഇതെല്ലാം ചുമന്ന് വരുന്നത് റബ്ബാനാണ്. അടുത്ത ഉപ്പായ മുസ്ലിംസാക്കിയിട്ട് ഇതെല്ലാം ബസ്സിനകത്ത് വാരി കെട്ടി വീട്ടിൽ വരും, അവിടെ വന്ന് താമസിക്കും. രാവിലെ ഇതെല്ലാം ചെറിയ ചെറിയ കെട്ടുകളാക്കി ഓരോ സ്ഥലങ്ങളിലേക്ക് ഒരു 3-4 ദിവസം ആയിട്ട് ഇവിടെ പോകും. അങ്ങനെ ഇവിടെ ഈ ദേശത്ത് ഒരുപാട് പേരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും അനേകരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിൽ വചനം ജീവിച്ചു ചൈതന്യമുള്ളതായുമാണ് ഒരു കൺവെൻഷൻ യോഗത്തിലെ പ്രസംഗം. അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, രാവിലെ എണീറ്റ് വരുമ്പോ കഞ്ഞിയും വസ്ത്രവും രാവിലെ പോകുന്നതിന് മുമ്പ് എന്റെ പ്രഭാത ഭക്ഷണം അതാണ് അദ്ദേഹത്തിന് വേണ്ടിയത്. കഞ്ഞിയും വസ്ത്രവും ഉണ്ടാക്കി കൊടുക്കണം. അത് കഴിച്ച് പോകും. വീടുകളിൽ ഫാനൊന്നുമില്ലല്ലോ. പഴയകാലം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കഥയിൽ പറയുന്നു. ഫാനൊന്നുമില്ല. കൊയ്ത് കട്ടയടിക്കി വെച്ചിരിക്കുന്നതിന്റെ ഇടയിലെ സ്ഥലത്ത് വീട്ടിനകത്ത് ചൂടായതുകൊണ്ട് പായു എടുത്തുകൊണ്ട് വന്ന് ഇതിന്റെ ഇടയിൽ പായു അവിടെ കിടന്ന് രാത്രി ഉറങ്ങി. രാവിലെ സുവിശേഷ പ്രസംഗത്തിന് പോയ ഒരു മനുഷ്യൻ, മലങ്കര സഭയുടെ ഒരു പിതാവിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്,
ഒരു കൺവെൻഷൻ പ്രസംഗത്തിൽ അതിന്റെ സ്വാധീനം മൂലം മലങ്കര സഭയ്ക്കുണ്ടായ വലിയ ഒരു ധനം അദ്ദേഹത്തെ സഭാവിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധനായിട്ട് കാണുന്ന ഒരു പിതാവ് ഈ ഫെബ്രുവരി മാസം 2-ാം തീയതി കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന്റെ പെരുന്നാൾ നാം കൊണ്ടാടിയത്. ഞാൻ പറഞ്ഞു വന്നത് കൺവെൻഷൻ പ്രസംഗ യോഗത്തെ എങ്ങനെ കാണണമെന്നാണ്. അദ്ദേഹം സുവിശേഷ പ്രചരണം നടത്തിയത് മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, വൈക്കം സത്യാഗ്രഹത്തിൽ സംബന്ധിച്ച ആളാണ്. ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറഞ്ഞ ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച വ്യക്തി, കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിത്വം. ഇതെല്ലാം ഒരു കൺവെൻഷൻ പന്തലിന്റെ തുടക്കമാണ് ആയിരുന്നു എന്നുള്ളത്. നേരത്തെ കഴിഞ്ഞ തലമുറയിൽ നമ്മുടെ PG തോമസ് കോർപ്പിസ്കോപ്പ അച്ഛനും മുമ്പുള്ള തലമുറയിലെ അച്ഛന്മാർ ആദ്യം കുർബാനകളെല്ലാം തുടങ്ങുമ്പോൾ മലയാളം ടെക്സായില്ല. മലയാളം കുർബാന ഉണ്ടായത് പത്രോസ് തിരുമേനിയുടെ കാലത്താണ്. തിരുമേനിയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. അദ്ദേഹം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കുർബാനകളിൽ തുടങ്ങിയപ്പോ സഭയുടെ മഹാന്മാരായ പിതാക്കന്മാർ വരെ ഇദ്ദേഹം ഈ സഭയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ പാരമ്പര്യം ചരിത്രമുണ്ട്. അത്രമാത്രം ശ്രേഷ്ഠമായിട്ട് ഈ സഭയിൽ ത്യാഗോജ്വലമായി സേവനം ചെയ്ത ഒരു പിതാവ് 1968 ഫെബ്രുവരി മാസം 2-ന് ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് പോയ പിതാവ് ഒരു കൺവെൻഷൻ യോഗത്തിലെ പ്രസംഗമാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്. കർത്താവ് വിശ്വാസികളെ ഞാൻ വാക്കിൽ ചോദിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ 22ാമത് കൺവെൻഷൻ യോഗത്തിന് പുതൂർ കൺവെൻഷന് തുടക്കം കുറിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ വചന പ്രഭാഷണം സമൃദ്ധിയായി കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് അവസരം ലഭിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആയിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാംസ്കാരിക സമ്മേളനങ്ങളിലോ രാഷ്ട്രീയ സമ്മേളനങ്ങളിലോ സാമൂഹ്യ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രസംഗവേദിയിലോ സംബന്ധിക്കുന്ന ലാഘവത്തോടെ ആയിരിക്കരുത് എന്നുള്ളതും അബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മനസ്സിനെയും ചിന്തകളെയും ഹൃദയങ്ങളെയും കീറിമുറിക്കുന്ന ഇരുവായ്ത്തലയുള്ള ദൈവവചനത്തിന്റെ ശക്തി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള ഒരു വേദിയായി ഈ പുതൂർ കൺവെൻഷന്റെ പന്തൽ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഹൃദയത്തെയും ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവവചനം ആ ഊർജത്തോടെ പകർന്നു നൽകുവാൻ തക്കവണ്ണം ഇവിടെ വചനം പ്രഘോഷിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വേദിയിലിരിക്കുന്ന വൈദികരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി 22ാമത് പുതൂർ കൺവെൻഷൻ ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം, എനിക്ക് നാളെ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് കോലഞ്ചേരിയിൽ 4 മണിക്കൂറോളം ഉണ്ട്. ഇന്ന് രാത്രി അവിടെ എത്തണം. അതുകൊണ്ട് തുടർന്നുള്ള ഈ ഇതിൽ ഈ യോഗത്തിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ശ്രമം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ പോകുവാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവാർപ്പിച്ചു. Thank you.
എന്നും കാതു നൽകുന്ന, കരുണയോട് കരം പിടിച്ച് നടത്തുന്ന നല്ല ദൈവമേ, ജീവിതയാത്രയിൽ തളർന്നു പോകുവാനും തകരുവാനും അനുവദിക്കാതെ അവിടുത്തെ ബലമുള്ള കരം നീട്ടി ഞങ്ങളെ നീ വഴി നടത്തുന്നുവല്ല. ശൂന്യതയിൽ എല്ലാം സൃഷ്ടിച്ച അവിടുത്തെ ഗംഭീര ശബ്ദം ഇന്നും ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥാന്തരങ്ങളെ നിയന്ത്രിക്കുന്ന അധികാരമുള്ള സ്ഥലം ഈ രാത്രിക്കാലം ശക്തിയോടെ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അവിടുന്ന് പ്രതിഫലിപ്പിക്കണമേ. രൂപാന്തരത്തിന്റെയും ആത്മനവീകരണത്തിന്റെയും പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളിൽ സമർത്ഥമായി കൂടി വ്യാപരിക്കണമേ. നയപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ ഞങ്ങൾക്കായി അവിടുന്ന് വെളിപ്പെടുത്തണമേ. അത് നമ്മുടെ കണ്ണുകളെ തെളിയിക്കുന്നു, ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു, ജീവിതത്തിൽ പുതിയ വഴികൾ വെളിപ്പെട്ട് കിട്ടുന്നു. സംസാരിക്കുന്ന അടിയനോട് മനസ്സറിയണമേ, കേൾക്കുന്ന ജനത്തെയും ആത്മനിറവിൽ സൂക്ഷിക്കണമേ. ഒരുക്കപ്പെട്ട നിലത്ത് വീഴും വിത്തുപോലെ 30, 60, 100 ഫലം കായ്ക്കുവാൻ അവിടുന്ന് കനിയണമേ. മുൻപടിയാലും പിൻപടിയാലും സമർത്ഥമായി നിങ്ങളെ നനയ്ക്കണമേ. തിരുസന്നിധിയിൽ ആയിരിക്കുന്നു, തിരുമുഖ കാന്തി കൊണ്ടും തിരുശബ്ദം കൊണ്ടും നിങ്ങളെ നിറയ്ക്കണമേ. അനുഗ്രഹമാരിയ നിങ്ങളെ സന്ദർശിക്കണമേ. കുഞ്ഞുപുരാത്ത കർത്താവ് കൂടെ ഇരുന്ന മാനവും മഹത്വം എടുക്കണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും ഇന്നും എന്നേക്കും തന്നെ. ദൈവനാമത്തിന് മഹത്വം. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ദൈവകൃപയുടെ സമൃദ്ധി പങ്കിടുന്ന സഹോദരങ്ങളെ, ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന സ്നേഹിതരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വലിയ പ്രണാമം. ഈ ദിനാന്തം വീണ്ടും നമുക്ക് ലഭിക്കുന്ന ആരാധനയുടെ അനുഗ്രഹീതമായ കൂടിവരവിനും വചനധ്യാനത്തിന് നല്ല സാവകാശത്തിനുമായി നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. 2023 ഭൂതകാല ചരിത്രമായിട്ട് അധിക ദിനങ്ങൾ എത്തിയിട്ടില്ല. പോയ വർഷത്തെ കുണ്ഠിതങ്ങളും പരിഭവങ്ങളും നമ്പരങ്ങളും ഒക്കെ മനസ്സാലെ മറന്ന പുതിയ വർഷത്തെ നാം വരവേറ്റു വരുന്നതേയുള്ളൂ. പുതിയ വർഷത്തിന്റെ പുതുമ കൈവിട്ടിട്ടില്ലാത്ത ഈ പ്രാരംഭ ദിനങ്ങളിൽ ഈ കൺവെൻഷൻ വന്നുചേരുമ്പോൾ ഈ സന്ധ്യകൾ നന്നായതും പ്രസക്തവുമായി മാറുകയാണല്ലോ. സർവശക്തന്റെ ആലോചനകൾക്കും അരുളപ്പാടുകൾക്കുമായി കാലും മനസ്സും എടുക്കുവാൻ നമുക്കാകുമെങ്കിൽ ഈ സന്ധ്യകളും ഈ ശുശ്രൂഷകളും ഫലകരമായി സങ്കടമായി മാറും. ഈ ദിനങ്ങളിൽ തീർച്ചയായും ഈ ശുശ്രൂഷകൾ നമുക്കതിന് പ്രചോദനമായി മുഖാന്തരമായി തീരുമെന്ന് ആഗ്രഹിക്കാം, ആശിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. ഈ രാത്രിയുടെ ആലോചനകൾ ക്രമപ്പെടുത്തുവാനായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വളരെ പരിചിതമായ വേദവാക്യമാണ്, ഏറെ പരിചിതമായ വേദഭാഗമാണ്. ഒരു ഭക്തനായ മനുഷ്യൻ തന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ഹൃദ്യമായ ലളിതമായ വാക്യങ്ങളാണ്. ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം എന്ന 139 സങ്കീർത്തനത്തിന്റെ സമാപന വാക്യങ്ങളാണ്. അല്പം ദൈർഘ്യമുള്ള പ്രാർത്ഥന ഭക്തൻ ദൈവസന്നിധിയിൽ നടത്തിയിട്ട് ആ പ്രാർത്ഥന ഉപസംഹരിക്കുന്നത് ഈ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ്. വ്യസനത്തിലുള്ള മാർഗങ്ങളിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. ഏത് കാലത്തും മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും ഏറെ പ്രിയപ്പെട്ടതാണല്ലോ പ്രാർത്ഥന. നമ്മളൊക്കെ ദൈവാനുഭവത്തിന്റെ ദൈവസമീപനത്തിന്റെ പ്രകടമായ ഏക വഴിയും ഭാവവും ഞാൻ വിചാരിക്കുന്നു ഈ പ്രാർത്ഥന മാത്രമാണ്.
പ്രാർത്ഥനയുടെ പുതിയ ഭാവങ്ങളും പുത്തൻ സങ്കേതങ്ങളും ഒക്കെ നമ്മെ ഇന്നും പ്രകടിപ്പിക്കുന്ന അന്വേഷണ വിഷയങ്ങളാണ്. പുതിയ വർഷം ആരംഭിച്ചു വരുന്നതേയുള്ളൂ. എത്രയോ പുതിയ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് കാണും. അപ്രതീക്ഷിതമായ യാത്രാമധ്യേ പരിചിതരെ കണ്ടുമുട്ടി കുശലാന്വേഷണം നടത്തി യാത്ര പറഞ്ഞ് പരസ്പരം പിരിയാൻ പോകും മുമ്പ് ചില മനുഷ്യരെ നമ്മൾ ചിലതൊക്കെ ഭരമേൽപ്പിക്കുമല്ല. നമ്മുടെ ഉള്ളിൽ വല്ലാതെ നമ്മെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. പ്രാർത്ഥന എന്നും നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ട, നമ്മെ വല്ലാതെ വ്യാകുലപ്പെടുത്തുന്ന ഒന്നാണ് ഈ പ്രാർത്ഥന എന്ന് പറയുക. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഒരു ദൈവത്തെ കൂടെ കൂട്ടുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ, ഇന്നലകളിൽ ഒരു ദൈവത്തെ കൂടെ നിർത്തുവാൻ പരിശ്രമിച്ചിരുന്നു എങ്കിൽ, നാളുകളിലും ആ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് കാരണം? ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നത്, നമുക്കേറെ പ്രിയമുള്ള ഒരു കുഞ്ഞു വാക്കിന്റെ പ്രലോഭനം ഒന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഒരു ദൈവാനുഭവവും ദൈവ പരിചയവും ഇന്ന് നിലനിൽക്കുന്നത്. നമ്മെ വല്ലാതെ മോഹിപ്പിക്കുന്ന, നമ്മെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്ന വശ്യമായ പ്രലോഭനമുള്ള ഒരു കുഞ്ഞു വാക്കുണ്ട്. ആ വാക്കിന്റെ വാക്കിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇന്നോളം ഞാനൊരു ദൈവത്തെ അറിയാൻ ശ്രമിച്ചതും ഇന്നും ആ ദൈവത്തെ കൂടെ കൂട്ടുവാൻ ശ്രമിക്കുന്നതും നാളെയിൽ ആ ദൈവത്തോടൊപ്പം ചരിക്കുവാൻ വല്ലാതെ മോഹിക്കുന്നതും. ഏതായിരിക്കും അത്? ചാരുതയാർന്ന പ്രലോഭനം വല്ലാതെയുള്ള ആ വാക്യതായിരിക്കും. ഈ വാക്കിന്റെ വാക്കിൽ നിന്നുകൊണ്ട് മാത്രമാണ് നാളെ ഇതുവരെ ഞാനൊരു ദൈവത്തെ അറിഞ്ഞിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, നമുക്കൊക്കെ വളരെ പ്രിയമുള്ള ആത്മമതയുള്ള വാക്ക് അനുഗ്രഹം. നമുക്ക് മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ? നാളുകളിലും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തോട് മല്ലിടുവാൻ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള മോഹവും. സഹോദരങ്ങളെ, അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തോടുള്ള ഇടപാടുകളിൽ നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു മുഖാന്തരം മാത്രമായി പ്രാർത്ഥന പലപ്പോഴും പരിമിതപ്പെട്ടു പോകാറില്ലേ? സത്യത്തിൽ നമുക്ക് ശീലമുള്ള, നാം ജീവിതത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഭിന്നമായി അസാധാരണവും അനന്യവുമായ വേറിട്ട ഒരു പ്രാർത്ഥനയുടെ മാതൃകയാണ് 139 സങ്കീർത്തനം. നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ ആർത്തികളായി, ആവശ്യങ്ങളുടെ നീണ്ട അർത്ഥനകളായി മാത്രം ഇങ്ങനെ പരിമിതപ്പെട്ട് കിടക്കുകയാണ്. ഇതൊന്നുമില്ലാത്ത ഒരു പുതിയ പ്രാർത്ഥനയുടെ മാതൃകയാണ് 139 സങ്കീർത്തനക്കാരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഞാൻ സൂചിപ്പിച്ചതുപോലെ അനുഗ്രഹവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദൈവാനുഭവവും ദൈവ സമീപനവുമാണ്. പലപ്പോഴുമൊക്കെ മറ്റു ചില വാക്കുകൾ കേൾക്കുമ്പോൾ നാം വല്ലാതെ അസ്വസ്ഥരാകാറുണ്ട്. ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തോട് അനുഗ്രഹം ചോദിച്ചും വാങ്ങിയും പിന്നെയും ചോദിച്ചും വാങ്ങിയും ഇങ്ങനെ നീങ്ങി വരവേ ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകൾ നമ്മെ വല്ലാതെ അസ്വസ്ഥരാക്കും, ഭ്രാന്തരാക്കും. ചില വാക്കുകളുണ്ട്, ശാപം, ബന്ധനം എന്നൊക്കെ കേട്ടാൽ നമുക്ക് വല്ലാത്ത ബേജാറാണ്, നമ്മൾ വല്ലാതെ അസ്വസ്ഥരാകും. എന്നാൽ നമുക്ക് പരിചയമുള്ള ഒരു പടയണി വെക്കുന്ന സംഭവം ഓർമ്മയിൽ ഉണ്ടാവുമല്ല. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൽ മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീം വിട്ട് കനാനിലേക്ക് നീങ്ങുന്ന ദൈവജനമാണ്. വഴിമധ്യേ എല്ലാ ഗോത്രങ്ങളെയും നാട്ടുരാജാക്കന്മാരെയും നിലംപരിയാക്കി അജയ്യരായി യാത്ര തുടരുകയാണ്. ഇന്ന് മോവാബിനെ സമീപിക്കുമ്പോൾ മോവാബ് രാജാവ് ഇസ്രായേൽ ജനത്തിന്റെ പടനീക്കം കണ്ട് വല്ലാതെ അമ്പരപ്പെട്ടു. കാരണം അദ്ദേഹത്തിന് അറിയാം, ഇതുവരെയുള്ള ഒരു ദേശത്തിനും ദൈവജനത്തെ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല. തങ്ങളും തോൽക്കും ഉറപ്പാണ്. അസ്വസ്ഥനായ രാജാവ് സൈനിക അധിപന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചുകൂട്ടി എങ്ങനെയാണ് ദൈവജനത്തെ പ്രതിരോധിക്കുക, എങ്ങനെയാണ് അവരെ തടഞ്ഞു നിർത്തുക. അവസാനം അവരൊരു തീരുമാനത്തിലെത്തുകയാണ്. അവന് ശമരിയിൽ ഒരു പ്രവാചകനുണ്ട്, അവന്റെ പേര് ബെലയാം എന്നാണ്. അവരെ വശത്താക്കണം,
അവനെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ ഒന്ന് ശമിപ്പിക്കണം. പ്രലോഭനങ്ങളുമായി കണ്ണുമയക്കുന്ന കാഴ്ചകളുമായി ബാലാക്ക് രാജാവിന്റെ കിങ്കരന്മാർ ശമരിയിൽ പ്രവാചകന്റെ ഭവനത്തിലെത്തുകയാണ്. കാഴ്ച സമർപ്പിച്ച സേവകന്മാർ ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ പ്രഭു രാജാവിന് വേണ്ടി നീ ഇസ്രായേൽ ജനത്തെ ഒന്ന് ശമിക്കണം. അദ്ദേഹത്തിന്റെ മറുപടി നമുക്ക് പരിചിതമാണ്. പ്രവാചകന്റെ മറുപടി ഇത് വല്ലാത്തൊരു ജാതിയാണ്. ഒരു ശാപമേൽക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം യഹോവയുടെ കരം അവർക്ക് മീതെയുണ്ട് എന്നതാണ്. സഹോദരങ്ങളെ, വലിയവനായ ദൈവം നമ്മുടെ മീതെ കരം നീട്ടിയിരിക്കുന്നത് ജനത്തെ അനുഗ്രഹിക്കുവാനും അവരെ സംരക്ഷിക്കുവാനുമാണ്. ഇതല്ലാതെ ആ കരത്തിന് മറുത്ത് ചെയ്തൊരു ശീലവുമില്ലല്ലോ. യഹോവയുടെ കരം നമുക്ക് മീതെ നീട്ടപ്പെട്ടിരിക്കുന്നത് നമ്മെ സംരക്ഷിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനുമാണ്. നിർഭാഗ്യവശാൽ ചില സന്ദർഭങ്ങളിലൊക്കെ തമ്പുരാന്റെ കരം നമുക്ക് ഭാരമായി തോന്നാം. സങ്കീർത്തനക്കാരൻ നിരവധി തവണ വേദനയോടെ വിലപിക്കുന്നുണ്ട്, യഹോവേ നിന്റെ കൈ ഞങ്ങൾക്ക് ഭാരമായി തീരരുതേ. അനുഗ്രഹിക്കുവാൻ സംരക്ഷിക്കുവാൻ നീട്ടപ്പെട്ടിരിക്കുന്ന തമ്പുരാന്റെ കരം ഭാരമായി തോന്നും മുമ്പ് നാം നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് 139 സങ്കീർത്തനം. അനുഗ്രഹിക്കുന്ന കരം ഭാരമായി തോന്നാതിരിക്കണമെങ്കിൽ 139 സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന നാം നിർബന്ധപൂർവ്വം നിർവഹിക്കണം. സഹോദരങ്ങളെ, എന്താണ് പ്രാർത്ഥന? അനുഗ്രഹിക്കുന്ന ദൈവത്തോട് സാധ്യമെന്നാണ് സങ്കീർത്തനക്കാരൻ അഭ്യർത്ഥിക്കുകയാണ്. യഹോവേ നീ എന്നെ ശോധന ചെയ്യണം എന്നതാണ്. നമുക്കൊരിക്കലും ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു മോഹം സങ്കീർത്തനക്കാരൻ അവതരിപ്പിക്കുകയാണ്. അനുഗ്രഹിക്കുന്ന ദൈവത്തോട് നീ എന്നെ ശോധന ചെയ്യണം. അനുഗ്രഹം ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിലും വീണ്ടും അനുഗ്രഹം ചോദിച്ചു മാത്രം ശീലമുള്ള നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ് സങ്കീർത്തനക്കാരൻ അവതരിപ്പിക്കുന്നു. ഇനിയെങ്കിലും ശോധന ചെയ്യപ്പെടുവാൻ നമുക്ക് ആഗ്രഹമുണ്ടാകുക. അത് മറ്റാരോടുമല്ല, എല്ലാവരെക്കാളും എന്നെ നന്നായി അറിയുന്ന ദൈവമാണ്. അവനല്ലാതെ മറ്റാരാണ് എന്നെ ശോധന ചെയ്യുന്നത്? അഭിവൃദ്ധി തിരുമനസ് സമർപ്പിച്ചല്ല ദൈവവേദത്തിന്റെ മാസ്മരികമായ ശക്തിയെ കുറിച്ച് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം 13-ാം വാക്യം വീണ്ടും മനോഹരമാണ്. അവിടെ നാം വായിക്കുന്നത് അവന്റെ ദൃഷ്ടിയിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ലെന്നാണ് പറയുന്നത്. സകലവും അവന്റെ കണ്ണിൽ മലർന്നു കിടക്കുന്നു. നമുക്ക് കാര്യമുള്ളത് അവനോടെന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. അമ്മയുടെ ഉദരത്തിൽ ഇതിമാകും മുമ്പ് എന്റെ പേര് ചൊല്ലി വിളിച്ചൊരു ദൈവമാണ്. അങ്ങ് സമുദ്രത്തിന്റെ ആഴമാവട്ടെ, പാതാളത്തിന്റെ അഗ്രമാവട്ടെ, ഉള്ളിലെ വിചാരങ്ങളാവട്ടെ, ഒന്നും അവന്റെ മുമ്പിൽ നിഗൂഢമല്ല, അഗോചരമല്ല. അകവും പുറവും ഇടവും വലവും അടിയും മുടിയും ഒരുപോലെ എന്നേക്കാൾ അപ്പുറമായി അറിയുന്ന ഒരു ദൈവം. ആ ദൈവത്തോടാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക, നീ എന്നെ ശോധന ചെയ്യണം, വ്യസനമാർക്കും എന്തും തന്നെ അറിയിക്കണം. നമുക്കാർക്കും ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്ത ഒരാഗ്രഹമാണ് കുറവുകൾ വെളിപ്പെട്ട് കിട്ടുക എന്നത്. സത്യത്തിൽ കുറവുകൾ വെളിപ്പെട്ട് കിട്ടുന്ന മനുഷ്യരാണ് ഭാഗ്യവാൻ. നമ്മുടെ വിചാരം മറ്റു പലതുമാണ് ഭാഗ്യാവസ്ഥ എന്നാണ്. സ്വന്തം കുറവുകൾ വെളിപ്പെട്ട് കിട്ടുന്നതാണ് ജീവിതത്തിലെ ഉത്കൃഷ്ടമായ അനുഭവം എന്ന് പറയുക. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ കുറവുകൾ വല്ലാതെ പറഞ്ഞ് സന്തോഷം കണ്ടെത്തുമ്പോൾ എവിടെയാണ് സ്വന്തം കുറവുകൾ വെളിപ്പെട്ട് കിട്ടുവാൻ നമുക്ക് ആഗ്രഹം? കർത്താവ് തന്നെ പറഞ്ഞില്ല, കണ്ണിൽ കോലിരിക്കെ അവരുടെ കണ്ണിലെ കരടാണ് നമുക്ക് വിഷയം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാനാവണം, ദൈവമേ നീ എന്നെ ശോധന ചെയ്യണം. കാരണം മറ്റാരേക്കാളും എന്നെ നന്നായി അറിയുന്നത് നീ മാത്രമാണ്. പണ്ട് 3.5 വർഷക്കാലം കൂടെ നടന്ന ശിഷ്യൻ ഗുരുവിന് അവസാനം വിലയിട്ടു 30 വെള്ളിക്കാശാണ്. മുമ്പ് പറഞ്ഞതുപോലെ പണി തീർന്ന ശേഷം മഹാബലന്റെ കൊട്ടാരത്തിൽ നിന്ന് 30 വെള്ളിക്കാശിന്റെ
പണസഞ്ചിയുമായി യൂദ പോകുന്നത് സ്വന്തം ഭവനത്തിലേക്കാണ്. ആരുമില്ല കൂട്ടിന്, ഒറ്റയ്ക്ക് ഏകനായി സ്വന്തം ഭവനത്തിനുള്ളിൽ വാതിലുകളും ജനാലുകളും എല്ലാം അടച്ച് ഒറ്റയ്ക്കിരിക്കുകയാണ്. മനോഹരമായ കുറിപ്പ് വായിച്ചു. ഗുരുവിന് 30 വെള്ളിക്കാശ് വിലയിട്ട കർത്തൃശിഷ്യൻ യൂദ തന്റെ മുന്നിലേക്ക് പണസഞ്ചി അടിച്ചിടുകയാണ്. 30 വെള്ളിക്കാശിന്റെ തിളക്കവും കിഴക്കവും ഈ മനുഷ്യനെ വല്ലാതെ ഭ്രാന്തരാക്കി. ഒരു കൗതുകത്തിനെന്നോണം, ഒരു രസമെന്നോണം തന്റെ ജീവിതത്തിൽ താനുമായി അടുപ്പമുള്ള എല്ലാവർക്കും യൂദ വിലയിടുവാൻ തുടങ്ങി. ഗുരുവിന് 30 വെള്ളിക്കാശ് വിലയിട്ട ശിഷ്യൻ തന്റെ ജീവിതത്തിൽ തന്നോട് ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്ക് വിലയിടാൻ തുടങ്ങി. 30 തുടങ്ങി താഴോട്ട് വിലയിട്ട് വന്ന് അവസാനം തനിക്ക് മുമ്പിൽ ഒരു മനുഷ്യൻ മാത്രം അവശേഷിക്കുകയാണ് വിലയിടുവാൻ. അപ്പോൾ മനസ്സിലായത് ഭീകരാവസ്ഥ. തനിക്ക് മുമ്പിൽ തനിക്ക് മാത്രം വിലയിടുവാൻ യൂദ എന്ന കർത്തൃശിഷ്യൻ നിർബന്ധിതനായപ്പോൾ തിരിച്ചറിഞ്ഞത് അവശേഷിക്കുന്ന തുക വട്ടപൂജ്യമാണ്. വിലയില്ലാത്ത ജീവിതം വച്ചവസാനിപ്പിക്കുന്ന ഗതികളിലേക്ക് ഈ മനുഷ്യൻ വഴുതി വീഴുകയാണ്. സഹോദരങ്ങളെ, ഈ ലോകം മുഴുവനും എനിക്ക് വിലയില്ല, ഞാൻ അപമാനിതനാണ്, മഹാപാപിയാണ് എന്ന് ലോകം മുഴുവനും വിധി കൽപ്പിച്ചാലും വലിയവനായ ദൈവം പറയും, എനിക്കും നിനക്കും ഏറെ വിലയുണ്ട്, ഞാനും നിങ്ങളും മാന്യനാണ് എന്ന് പറയുന്നത് തമ്പുരാൻ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ കുടിനകത്തുള്ള 99 ആടുകളേക്കാൾ അധികം വിലയുള്ളത് വഴിതെറ്റിപ്പോയ ഒരാടിനെന്ന് വിളിച്ചു പറഞ്ഞ ലോകത്തിലെ ഏക ഇടയൻ നസായക്കാരനല്ലേ. മനുഷ്യയിൽ നിന്ന് വഴുതിപ്പോയ ഒറ്റ നാണയത്തിന് ഉള്ള 9 അധികം വിലയുണ്ടെന്ന് പറഞ്ഞ വ്യാപാരിയും ഇവൻ മാത്രമാണ്. അതുകൊണ്ട് ലോകം മുഴുവനും വിധിയെഴുതിയാലും നമുക്ക് ധൈര്യപൂർവ്വം സമീപിക്കാവുന്നത് തമ്പുരാനെ മാത്രമാണ്. അവന്റെ മുമ്പിൽ നിന്ന് ശിരസ് നമിക്കുവാൻ, അവന്റെ മുമ്പിൽ നിന്ന് കാലുമടക്കുവാനാകുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. യഹോവേ, നീ എന്നെ ശോധന ചെയ്യണം, നീ എനിക്കൊരു വിലയിട്ട് തരുക. ഒരിക്കലും ഒരുത്തരം തരാത്ത അപാരമായ വില തമ്പുരാൻ നമുക്ക് കൽപ്പിക്കും. സഹോദരങ്ങളെ, ഒട്ടും വിലയില്ലെന്ന് കരുതി വച്ച് അവസാനിപ്പിക്കേണ്ടുന്ന ജീവിതങ്ങൾക്ക് പോലും തമ്പുരാൻ പറയും, ഇത് അപാരമായ വിലയാണ്, ഇത് മാന്യനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊക്കെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഒന്ന് പ്രണമിക്കുവാൻ, ഒന്ന് സാഷ്ടാംഗം നമിക്കുവാൻ കഴിയുമോ? യഹോവേ, നീ എന്നെ ശോധന ചെയ്യണം, നീ എനിക്കൊരു വിലയിടണം, എന്താണ് വ്യസനമാക്കുമെന്ന് എന്നെ അറിയിക്കണം. നമ്മുടെ സഭാജീവിത അന്തരീക്ഷത്തിൽ നമ്മുടെയൊക്കെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി സഭയുടെ പാരമ്പര്യം ഒത്തിരി മനോഹരമായ കൂദാശകൾ അനുവദിച്ചു തന്നിട്ടുണ്ടല്ലോ. തമ്പുരാന്റെ രൂപമില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത പരിസരങ്ങളും ഒക്കെ നന്നായി വളർന്നു വികസിച്ചു സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും. അതുകൊണ്ട് സഭയുടെ എല്ലാ അനുഷ്ഠാനങ്ങളും കുദാശകളും കഴിയുന്നതും ആത്മാർത്ഥമായി താല്പര്യത്തോട് ആഘോഷിക്കുമോ നമുക്കാർക്കും ഒരു മടിയില്ല. കൊച്ചിന്റെ മാമോദീസയാവട്ടെ, മകന്റെ വിവാഹമാവട്ടെ, അപ്പച്ചന് ശവസംസ്കാരമാവട്ടെ, അമ്മച്ചന്റെ അടിയന്തരമാവട്ടെ, പുതിയ വീടിന്റെ കൂദാശയാവട്ടെ, എന്തുമാവട്ടെ, എല്ലാ കൂദാശകളും കേവലമായി ആഭരണമായി ആഘോഷിക്കുവാൻ നമുക്കിന്ന് ഒരു മടിയില്ല. പക്ഷേ നിർഭാഗ്യമെന്നോണം നമുക്കാർക്കും അത്ര പ്രീതിയില്ലാത്ത, ഡിമാൻഡില്ലാത്ത ഒരു കൂദാശ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ വഴിയുടെ ഒരു മൂലയ്ക്ക് കിടപ്പുണ്ട്. കൂദാശയോട് നമുക്ക് ആദ്യം സൂചിപ്പിച്ച വലിയ അടുപ്പും ആവേശവുമില്ല. ബാക്കി എല്ലാ കൂദാശകളും തീർപ്പോടെ നാം ആഘോഷിക്കും. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൊറോണയുടെ മുമ്പ് ഇപ്പം സഹോദരന്മാർക്കും ആ സാധ്യതയുണ്ട്. വർഷത്തിൽ 3-4 ഞായറാഴ്ചകൾ ആരാധനയ്ക്ക് ശേഷം പള്ളിയകത്ത് ഒരു ചെറിയ യോഗം കൂടുമല്ലോ. അന്ന് വല്ലതുമൊക്കെ നെഞ്ചു വിരിച്ച് തന്റെ ഇടത്തോട് ദീപലയ്ക്ക് സംസാരിക്കണമെങ്കിൽ വർഷത്തിൽ ഒരിക്കലും ഈ കൂദാശയൊന്ന് എടുത്തു വെക്കണം. പിന്നെ ഞങ്ങൾ ഈ സഹോദരിമാരും അമ്മമാരും ഞങ്ങളെക്കാൾ ഭക്തിയിൽ ഇച്ചിരി മൂപ്പുള്ളവരായതുകൊണ്ട് അവർ വിചാരിക്കും ഈ വലിയ നോമ്പിൽ കുമ്പസാരിച്ചില്ലെങ്കിൽ മിഥുനച്ചൻ എന്ന് വിചാരിക്കും.
ഞാൻ ഈ സൂചിപ്പിച്ച രണ്ട് അറ്റങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ചെറിയ മനസ്സ് കാണിക്കുന്ന ഒരു വലിയ കൂതാശയുണ്ട്. അതിന്റെ പേര് കുംഭസാരം എന്നാണല്ലോ. മറ്റെല്ലാ കൂതാശകളും ആവേശത്തോടെ നാം ആഘോഷിക്കുമ്പോൾ എന്റെ ഈ കുംഭസാരത്തോട് അത്ര മമത നമുക്കില്ല. ഈ കൂതാശയോട് എന്തുകൊണ്ടാണ് നമുക്ക് അടുപ്പം നഷ്ടപ്പെട്ടത്? എന്റെ വിചാരം ഈ കൂതാശ നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഒരു ചെറിയ വെല്ലുവിളി. ഇത്രയുള്ളൂ. നിനക്കറിയാവുന്ന ഒരുവന്റെ മുമ്പിൽ മനസ്സ് തുറക്കാനാകുമോ? ഇത്രയുള്ളൂ. നിനക്കറിയാവുന്ന ഒരുവന്റെ മുമ്പിൽ നിനക്ക് മനസ്സ് തുറക്കാനാകുമോ? ആ വെല്ലുവിളിയോട് പ്രതികരിക്കാൻ നമുക്കാകില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ കൂതാശ ഇന്നും ദൂരെയാണ്. ഞങ്ങളുടെയൊക്കെ പരിസര പ്രദേശത്ത് ചില മിടുക്കന്മാരുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി ഈ പൊതുയോഗത്തിൽ ഇരിക്കണമെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കണമല്ലോ. ചില വലിയ പള്ളിയൊക്കെ ആണെങ്കിൽ അസിസ്റ്റന്റ് ഒന്നുമില്ല ഞങ്ങളവിടെ. ഇപ്പോൾ അസിസ്റ്റന്റ് വന്നു തുടങ്ങി. അപ്പൊ സ്വാഭാവികമായും പ്രായമുള്ള അച്ഛന്മാരൊക്കെ ചില വലിയ പള്ളികളിൽ കുമ്പസാരിക്കാൻ വരും. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഒന്നും ചെറിയ വലിയ പള്ളികളിൽ ഇരുന്നായിരുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരോട് അതുവരെ ഇല്ലാത്ത അടുപ്പവും താല്പര്യവും ഈ ദിവസങ്ങളിൽ കൂടുതലാണ്. എന്താ കാരണം? ഈ അച്ഛന്മാരുടെ കാര്യമല്ല കേട്ടോ. പ്രായമുള്ള അച്ഛന്മാർക്ക് സ്വാഭാവികമായും ചില പരിമിതികൾ ഉണ്ടാവാം. ഇല്ലേ? ഇല്ലേ? ഇല്ല. എനിക്കൊക്കെ ആ പരിമിതി ആരംഭിച്ചു തുടങ്ങി. കണ്ണിന് കാഴ്ച ഇച്ചിരി മങ്ങലായിരിക്കും, ചെവിക്ക് കേൾവി ഇച്ചിരി കുറവായിരിക്കും. ഞാനെന്താ പറഞ്ഞെന്നോ ആരാ മുമ്പേരിക്കുന്നതോ ഒന്നും ഒരു വിഷയമല്ലോ. പറഞ്ഞോന്ന് ചോദിച്ചാൽ പറഞ്ഞു, കേട്ടോന്ന് ചോദിച്ചാൽ കേൾക്കരുതെന്ന ആഗ്രഹത്തോടാണല്ലോ പറയുന്നത്, കാണരുതെന്ന ആഗ്രഹത്തോടാണല്ലോ വന്നിരിക്കുന്നത്. ഇത്രയുള്ള സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യപ്പെടാനുള്ള നമ്മുടെ ആഗ്രഹം. എന്തേ നമുക്ക് ജീവിതത്തിൽ തമ്പുരാന്റെ സന്നിധിയിൽ പോലും ശോധന ചെയ്യപ്പെടുവാൻ നമുക്ക് ആഗ്രഹോദിക്കാത്തത്?